ആദ്യമായി ഞാൻ റഫീഖ് ഒലിയത്ത്. ഞാൻ ന്യൂസിലാൻഡിൽ വന്നത് 2018 ഞാൻ ആസ് എ കമ്പനി ട്രാൻസ്ഫർ എത്തിപ്പെട്ടതാണ് അവിടെ. എന്തൊക്കെ ആണ് ഒരു കൊമേഴ്സ് എടുക്കുന്ന ഇന്ത്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ലോകത്ത് അതിൻ്റെ വളർച്ച എത്രമാത്രമാണ്, എന്തെല്ലാം സാധ്യതകളാണ് കൊമേഴ്സ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലോകത്ത് ഓപ്പണിങ്സ് ഇതെല്ലാം ഉണ്ട്. കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണം എന്നുള്ളത്, കൊമേഴ്സ് ഹാസ് എ ഗ്രാജുവേഷൻ, ഇറ്റ്സ് എ ഗുഡ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദ ബിസിനസ് വേൾഡ്. അങ്ങനെയാണ് അതിനെ കാണുന്നത്. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ end of everything. That's not the end of the studies. It's just the beginning of what you are getting into the business world. Our academic content മാത്രം വായിച്ചത് കൊണ്ടായില്ല. What I suggest is that, ഞാനൊക്കെ MBA എടുത്തത് സിറ്റി യൂണിവേഴ്സിറ്റി ലണ്ടനിലാണ്, ബൈസ് സ്കൂളിന് പറയും. സോ ദ മൊമെൻറ്റ് അഡ്മിഷൻ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം അവർ പറഞ്ഞത് to start reading international journals like Financial Times, Economic Times, Wall Street Journal. അവിടെ നിന്നാണ് പഠിത്തം തുടങ്ങിയത്, not from the textbooks. So what makes a person different from others is that, how he goes and look beyond the content of the academic world. So അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഞാൻ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് സം ഗുഡ് ജേർണൽസ്, സ്റ്റാർട്ട് റീഡിങ് സം ഗുഡ് ജേർണൽസ്. നമ്മുടെ മഞ്ഞപ്പത്രങ്ങൾ വായിക്കാനല്ല പറയുന്നത്, റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻസ് ജേർണൽസ് വായിച്ച് തുടങ്ങുമ്പോഴേ ക്ലാസ്സുകൾ പുറത്തിറങ്ങാൻ മതിവെന്ന്. ക്ലാസ് റൂമിൽ മാത്രം പഠിച്ചുകൊണ്ട് കഴിഞ്ഞാൽ യു കെ നോട്ട് ഡിഫറൻഷിയേറ്റ് യു വോൺസ് യു ഗെറ്റ് ഇൻ ടു ദ റിയൽ കോമ്പറ്റീഷൻ. അത് അവിടെയാണ് ഫസ്റ്റ് അഡ്വൈസ്. പിന്നെ കോമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ ഞാൻ അതിലോട്ട് പോകുന്നില്ല, അതൊക്കെ എല്ലാവരും പറയുന്നതാണ്. there are multiple ways to look into it. There is a CA part, that is, CA എന്നുള്ളതിൻ്റെ തന്നെ വേരിയൻസ് കുറേ ഉണ്ട്. ഇപ്പോൾ CMA, CBA, Indian CA is there, US CPA. ആ വേരിയൻസ് അവർ ടെക്നിക്കൽ അക്കൗണ്ടിങ് വേരിയൻസിലോട്ട് പോകുക. സെക്കൻഡ് എന്നുള്ളത് you can go for further studies, MBA. Again, MBA എടുത്തത് കൊണ്ട് it's not going to change your life. What change one's life is his commitment, his way of seeing, how, his ambition. അതാണ് ഒരാളെ വ്യത്യസ്തമാക്കാൻ മറ്റുള്ളവരിൽ നിന്ന്. ഒരു MBA എടുത്തുകൊണ്ടൊന്നും ഒരാൾ ഓട്ടോമാറ്റിക്കലി ഈസ് നോട്ട് ഗോയിങ് ടു റീച്ച് എനിവേ. പിന്നെ രണ്ട്, MBA എന്ന് പറയുന്നത് kind of a class system. It depends upon where you are taken from, which institute. If you are taken an MBA from IMA, We only say you can take one MBA. So MBA is not going to change anyone's life. പിന്നെ നമ്മുടെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പാഷനേറ്റ്. I always say to my peers around, എൻ്റെ ടീമിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയുന്നത്, we can beat intelligence with sheer hard work. അവർ ചിലപ്പോൾ ഈ ഇൻ്റലിജൻസിലൊക്കെ ആൾക്കാർ ചിലപ്പോൾ ഹാഫ് ആൻ അവറിൽ ചെയ്ത് തീർക്കാൻ പറ്റുമായിരിക്കും ഒരു ടാസ്ക്. ബട്ട് ഇഫ് യു ആർ കമ്മിറ്റഡ്, യു ക്യാൻ ഡു ദ സെയിം തിങ്. പ്രോബ്ലി യു മേ ടേക്ക് 1 hour, ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. ദാറ്റ്സ് എ ബിഗ്. സോ ആ ഇൻഡിവിജ്വൽ, ഞാൻ പറയുന്നത് ഫിലോസഫി റൈറ്റ് ആയിരിക്കണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു സ്റ്റഡി. നമ്മുടെ ആ ഫിലോസഫി കറക്റ്റ് ആയിരിക്കണം. ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. സോ കോമേഴ്സ് എടുത്തുകൊണ്ട് one is the technical accounting, second is the business world, third thing is that now the undergraduation is not going to limit anyone. You can see many professionals in the banking circle who are coming from science background. They are dealing with finance, technical, complex finance. So commerce is a big, it's a good big stepping stone. It's a base. It's just a base. Have the right philosophy. Go beyond the content of the academic world, start reaching out, reading it. Now information is coming to you. You don't have to go behind it. Everything is on our device, on our screen, what I mean. So go with that. I think, if you have the right philosophy, if you have the right mindset, I think academic world is only one small tick box to get you to that big world. അത് എൻ്റെ ഫിലോസഫിയാണ്. നോട്ട് നെസസറിലി നിങ്ങളുടെ ഫിലോസഫിയാണ് പറയുന്നത്.
ബികോം സ്റ്റുഡൻസിന് അവരെ പി ജികൾ യു ജിക്കോ പി ജിക്കോ കൊണ്ട് ന്യൂസിലാൻഡിലെ സാധ്യതകൾ ഏത് മാത്രമേ New Zealand is a small market compared to any other market like Australia or the US or Europe market. So, relatively small markets or relatively small opportunities. So, one day. The second thing is that, opportunities are there even if we are, if we are able to get into any company over here, which is a bit difficult to get an opportunity when he or she is staying outside New Zealand. And direct hiring a finance person from outside is a bit difficult now. Perhaps I was a bit lucky because it was more like a internal transfer with the client. It is possible. It is possible if you keep on trying. Probably there are one or two companies, which goes for that. Accredited employer no one system under. അപ്പോൾ accredited employees they can hire from outside, but again to hire from outside first they need to go through a different vetting system within the local market. They need to advertise in the local market and they need to ensure to the immigration that there is no enough candidates or enough CVs what they have received. If they are not received enough resume for that particular role, they can go for that outside New Zealand. And let's see that we have an opportunity and who can succeed in that kind of role. I think the main thing is the communication. There are many number of people who are capable of doing one single role in New Zealand. What makes a person different is confidence level, is communication, is presentation, and yes. And a bit of a philosophy again, how he tackled that, 1 or 2 hours of interview. Other managing പഠിക്കണം. So communication plays a big role. Okay. എനിക്ക് തോന്നുന്നത് നമ്മളെ കേരളത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ചാലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് കൺവിൻസിങ് കമ്മ്യൂണിക്കേഷൻ. കൺവിൻസിങ് കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബാക്കിലാണ്. ഫോർ സം റീസൺ നമ്മൾ ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന കൊമേഴ്സ് കോഴ്സുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ അതുപോലെ തന്നെ നാട്ടിലെ ടാലി പോലെയുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് അങ്ങനെയുള്ള പഠിക്കാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? എൻട്രി ലെവൽ അല്ലെങ്കിൽ മിഡ് ലെവലിൽ വരുന്ന കുട്ടികൾക്ക് യെസ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെദർ എഗെയിൻ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അത് അറിയാത്ത ഈ ടാലി എന്ന് പറയുന്നത് SME സെഗ്മെൻറ്റിൽ വരുന്നതാണ്. ഈ വലിയ സാപ്പ് JDS എന്നൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ ഒരു ലാർജ് കമ്പനീസ് യൂസ് ചെയ്യുന്നു. ഇവിടെ സാധാരണ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ഇവിടെ മെയിനായിട്ട് SME കമ്പനീസ് യൂസ് ചെയ്യുന്നത് രണ്ട് എൻ്റെ ഒരു ഒബ്സർവേഷൻ പ്രകാരം 2 ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് സിറോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. 2 MYOB എന്ന് പറയുന്നത് വെരി പോപ്പുലറാണ്. ഈ 2 SME സെഗ്മെൻറ്റ്, ഈ സ്മോൾ മീഡിയം enterprises യൂസ് ചെയ്യുന്നത് ഈ 2 ആപ്ലിക്കേഷൻസ് ആണ് പ്രൈമറി. ഓഫ്കോഴ്സ് അതർ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ആസ് എ hiring manager, ഞാൻ ഹയർ ചെയ്യലുണ്ട്. hiring manager, I don't give that much importance to, whether individual knows this specific application or not. For me, ഇന്നത്തെ കുട്ടികൾ is capable of catching up any application in no time. ഏതെങ്കിലും ഒന്ന് അറിഞ്ഞെങ്കിൽ they can really adapt another one. ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൺവേർട്ട് ചെയ്യാണ് ഇതുണ്ടെങ്കിൽ ലൈഫും ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അതിൻ്റെ ബാക്ക് എൻഡ് സ്ട്രക്ചർ മോർ ഓർ ലെസ് അക്കൗണ്ടിങ് സ്ട്രക്ചർ സെയിം ആണല്ലോ. പുതിയ തലമുറ ഇനി വരാനിരിക്കുന്ന ഒരു ടെക്നോളജിയും അത്ര സ്പീഡിലാണ് പോകുന്നത്. അതെ, പുതിയ തലമുറയ്ക്ക് പിടിച്ചു വരുന്ന കൊമേഴ്സ് സ്റ്റുഡൻസിന് കൊടുക്കാൻ വരുന്നൊരു അഡ്വൈസ് എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ? I think things are more getting digitalized. പഴയ മാതിരി ഇപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട് റിസീവബിൾ എന്നുള്ള ഇപ്പോൾ റോൾസ് ഇപ്പോൾ കുറഞ്ഞു. ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. ഏതിലേക്കാണ് അവർ ഇനി ഫോക്കസ് ചെയ്ത് ഡാറ്റ അനാലിറ്റിക്കൽ സൈഡിലോട്ട് പോകണം, അനാലിസിസ് സൈഡിലോട്ട് പോകണം. പിന്നെ ഗെറ്റ് മോർ equipped with the technological side of it. അതാണ് മെയിനായിട്ട് നോക്കുന്നത്. യെസ്, ദ ബേസിക് നമ്മുടെ ഈ ടെക്നിക്കൽ ആസ്പെക്റ്റ് അറിഞ്ഞിരിക്കണം. അതർവൈസ് യു ബി സ്റ്റഡി സംവെയർ ഡൗൺ ഇൻ ദ ലൈഫ്.
ടെക്നോളജിയിൽ നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളരണം. അതാണ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇതാണോ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആ മൈൻഡ് ഉണ്ടായിരിക്കും. What makes a big difference is the mindset, attitude, those kind of things. Yes, ഈ പറയുന്ന ഈ കൊമേഴ്സ് ഇതൊക്കെ ഇറ്റ്സ് എ ഗുഡ് സ്റ്റെപ്പിംഗ് ബേസിക് തിങ്. പക്ഷെ പഠിക്കണം, പഠിക്കാതെ വിൽ നോട്ട് ഗെറ്റ് എനിവെയർ. ഗ്രാജുവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ വാട്ട് ദേ ഹാഡ് ടു ഡെവലപ്പ് ഇസ് ദ മൈൻഡ് സെറ്റ്. ആ കറക്റ്റ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഗുഡ് ഓപ്പൺനെസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. ഇപ്പോൾ സിലിക്കോൺ വാലി എന്ന് എല്ലാവരും പറയും, ബട്ട് മെനി പീപ്പിൾ, മെനി എന്റർപ്രീനേഴ്സ് ഈ സിലിക്കോൺ വാലി ഇസ് നോട്ട് എ പ്ലേസ്. ഈ സിലിക്കോൺ വാലി ഇസ് എ മൈൻഡ് സെറ്റ് ഓഫ് ദ ഡേ. അതാണ് സ്കൂളുകളിൽ കുട്ടികളുടെ ഈ ഓരോ +1+2 പ്രായത്തിൽ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം അവരുടെ ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും കാര്യമായിട്ട് പഠിപ്പ് അക്കാഡമിക് ഇസ് ദ ബേസിക്കായിട്ടുമാണ്. അത് നിർബന്ധമായിട്ടും അതിലാവണം. അതില്ലാതെ മറ്റേതിൽ നോക്കിയിട്ട് കാര്യമില്ല. അതില്ലാതെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് വെച്ചാൽ പീപ്പിൾ നീഡ് ടു ഹാവ് ദ കോൺഫിഡൻസ് ലെവൽ, കമ്മ്യൂണിക്കേഷൻ, മൈൻഡ് സെറ്റ് ടു അഡാപ്റ്റ് ടു എനിത്തിങ്, എനി സിനാരിയോ. ആ സിനാരിയോസിലൂടെ പോയിട്ട് ഒരു ഇപ്പോൾ ഹബോട്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ MBA എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ കേസ് സ്റ്റഡീസാണ്. 3 ഗ്രൂപ്പ്സ് ഉണ്ടാക്കും, എന്നിട്ട് കേസ് സ്റ്റഡി എവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ റിയൽ കേസ് സ്റ്റഡി സോൾവ് ചെയ്യുക. ആ കേസ് സ്റ്റഡി മെത്തഡോളജി കൊണ്ട് കുട്ടികൾക്ക് ഗ്രൂപ്പ് കൊടുത്തിട്ട് കേസ് സ്റ്റഡി കൊടുത്തിട്ട് ഹൗ ദേ ആർ റിസോൾവിങ് ദാറ്റ് സ്റ്റഡി. ആ ഒരു സ്റ്റൈൽ ഓഫ് ലേണിംഗ് ആണ് അതിൽ കുറച്ചുകൂടെ മെച്ചമേന്ന് തന്നെ വന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കേൾക്കുന്നത് സാധാരണഗതിയിൽ ന്യൂസിലാൻഡ് വന്നാൽ പെട്ടെന്ന് അവർ ജോലി കിട്ടാൻ ഒരു 1 year എക്സ്പീരിയൻസ്, ന്യൂസിലാൻഡ് എക്സ്പീരിയൻസ്. അതിൻ്റെ ഒരു കാരണം അവർ വർക്ക് കൾച്ചർ വ്യത്യാസമുണ്ട്. അത് അതിനോട് മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കേട്ടു. അതിലൊക്കെ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യാനുള്ളത് വെച്ചാൽ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. സോ ഇൻ ടേംസ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ദ ഡോക്ടേഴ്സ്, വാട്ട് Indian doctors are getting is enormous compared to New Zealand doctors. But unfortunately, Indian doctors cannot easily come into this market and work because how they approach to a patient and the protocol what New Zealand follow is totally different. അത് തന്നെയാണ് ഈ കൾച്ചറിൻ്റെ ആസ്പെക്റ്റിൽ എല്ലാത്തിലും അതേ ഒരു മാറ്റം തന്നെയാണ് അത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ വർക്ക് കൾച്ചറും വീതപടുത്തവുമായിട്ട് കാര്യമായൊരു വ്യത്യാസം അതിൽ ആ സംഗതി സിഗ്നിഫിക്കൻ്റ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇവിടുത്തെ 1 year എക്സ്പീരിയൻസ് പ്രിഫർ ചെയ്യുന്ന നമുക്ക് പറയാൻ കാരണം. കൾച്ചറൽ ആസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കുറേ ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ IQ വേണമെന്ന്, ഇൻ്റലിജൻ്റ് ആയിരിക്കണം എന്ന്. സോ യു ക്യാൻ ഡിഫറൻഷിയേറ്റ്, യു ക്യാൻ സക്സീഡ്. പിന്നെ അത് ഇവോൾവ് ചെയ്ത് അവർ പറയുന്നത് EQ ആയിരിക്കണം. ഇമോഷണലി വി നീഡ് ടു ബി ഇൻ എ പൊസിഷൻ ടു മാനേജ്. നൗ പീപ്പിൾ ടോക്ക് അബൌട്ട് പീപ്പിൾ നീഡ് ടു ബി കൾച്ചറലി കോൺഷ്യസ്. We need to adapt to any culture. Then that makes a big differentiator for you to be CQ. I believe in that. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഡോക്ടർ സാബ്. നല്ല ഉപദേശങ്ങളാണ് കുട്ടികൾ കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ പഠിക്കണം, പഠിപ്പ് മാത്രം പോരെന്നുള്ള ചിന്താധിക്കാരനാണ് ഞാൻ അങ്ങനെ സിലബസിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പോയാൽ തന്നെ വിജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ്.